ഇന്ത്യയിലെ ഏറ്റവും വലിയ പെന്തക്കോസ്ത് സഭാ പ്രസ്ഥാനമാണ് കുമ്പനാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ. ഒരു നൂറ്റാണ്ട് മുമ്പ് തുടക്കം കുറിച്ച ഈ പ്രസ്ഥാനത്തിൽ ഇപ്പോൾ ലോകമെങ്ങുമായി 10,000-ലധികം ലോക്കൽ സഭകളും കേരളത്തിൽ മാത്രം 3,500 പ്രാദേശിക സഭകളുമുണ്ട്. IPC എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ കഴിഞ്ഞ കുറെ നാളുകളായി സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെ കടന്നുപോവുകയാണ്. സഭാ ഭരണവുമായി ബന്ധപ്പെട്ട ഇരു ചേരികളിലായി സഭാ നേതൃത്വം മാറി നിൽക്കുന്നതും സഭയുടെ ഭരണഘടനാ പരിഷ്കാരം, തിരഞ്ഞെടുപ്പ് തുടങ്ങിയ പല കാര്യങ്ങളിലൂടെ സഭയിലുണ്ടായ ഭിന്നത രൂക്ഷമായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ കേരള സ്റ്റേറ്റ്, അതായത് 3,500 ലോക്കൽ സഭകൾ ഉൾപ്പെടുന്ന കേരള സ്റ്റേറ്റിനെ വിഭജിച്ച് പല കഷ്ണങ്ങളാക്കി മാറ്റുവാനുള്ള പരിശ്രമം ഇപ്പോഴത്തെ ജനറൽ എക്സിക്യൂട്ടീവ് തുടങ്ങിയിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ഇന്നത്തെ മലയാള മനോരമ പത്രത്തിൽ വന്നിരിക്കുന്ന വാർത്ത ഇപ്രകാരമാണ്. IPC സ്റ്റേറ്റ് വിഭജനം സ്റ്റേറ്റ് കൗൺസിൽ പ്രതിഷേധിച്ചു. IPC കേരള സ്റ്റേറ്റ് വിഭജിച്ച് മലബാർ കേന്ദ്രമാക്കി റീജിയൻ രൂപീകരിക്കാനുള്ള ജനറൽ കൗൺസിൽ നീക്കത്തിനെതിരെ സ്റ്റേറ്റ് കൗൺസിൽ പ്രതിഷേധിച്ചു. IPCയുടെ ഏറ്റവും വലിയ സംസ്ഥാന ഘടകം അറിയിപ്പോ കൂടിയാലോചനകളോ ഇല്ലാതെ ഏകപക്ഷീയമായി വിഭജിക്കുന്നതിനെതിരെ കൗൺസിൽ പ്രമേയം പാസാക്കുകയും പ്രതിഷേധം ജനറൽ കൗൺസിലിനെ അറിയിക്കുകയും ചെയ്തു. കഴിഞ്ഞ ഫെബ്രുവരി 26-ന് ഓൺലൈനായി ചേർന്ന IPC ജനറൽ കൗൺസിൽ യോഗത്തിലാണ് മലബാർ കേന്ദ്രമാക്കി പ്രത്യേക റീജിയൻ രൂപീകരിക്കാൻ തീരുമാനിച്ചത്. IPCക്ക് കേരളത്തിൽ 3,500-ലേറെ സഭകളാണുള്ളത്. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ 34 സെന്ററുകളിലായി 500ഓളം സഭകൾ ചേർത്ത് പുതിയ റീജിയൻ രൂപീകരിക്കാനാണ് തീരുമാനം. ഇത് സംബന്ധിച്ച് യാതൊരു അറിയിപ്പും ജനറൽ കൗൺസിലിൽ നിന്ന് ലഭിച്ചിട്ടില്ലെന്ന് IPC കേരള സ്റ്റേറ്റ് പ്രസിഡന്റ് പാസ്റ്റർ KC തോമസും സെക്രട്ടറി പാസ്റ്റർ ദാനിയേൽ കൊന്നനിൽക്കുന്നതിലും സ്റ്റേറ്റ് കൗൺസിൽ യോഗത്തെ അറിയിച്ചു. ഈ നീക്കം ഉപേക്ഷിക്കണമെന്ന് സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് പാസ്റ്റർ ഏബ്രഹാം ജോർജ്, സ്റ്റേറ്റ് ജോയിന്റ് സെക്രട്ടറിമാരായ പാസ്റ്റർ രാജു ആനിക്കാട്, ബ്രദർ ജെയിംസ് വേങ്ങൂർ എന്നിവരും ആവശ്യപ്പെട്ടു. ഇതാണ് മലയാള മനോരമയിൽ വന്ന വാർത്ത. എന്നാൽ ഈ വാർത്തയ്ക്ക് പുറകിൽ എന്താണ് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിൽ ഇപ്പോൾ നടക്കുന്നത്? സഭാജനങ്ങൾക്ക് ഇത് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങളില്ല. മലയാള മനോരമയിൽ വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഇത് സംബന്ധിച്ച് നടത്തിയ അന്വേഷണങ്ങളിൽ നിന്ന് എനിക്ക് ബോധ്യമായ കാര്യങ്ങൾ നിങ്ങളുമായി പങ്കിടുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. പാസ്റ്റർ K. എബ്രഹാം ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളായിരുന്നു. ദീർഘകാലം അദ്ദേഹം ഈ സഭയ്ക്ക് നേതൃത്വവും നൽകി. അദ്ദേഹത്തിന്റെ പുത്രനായ പാസ്റ്റർ TS എബ്രഹാം കുമ്പനാട്ട് താമസിച്ചുകൊണ്ട് തന്നെ സഭയ്ക്ക് കുറെ കാലം കൂടെ നേതൃത്വം നൽകി. ഇപ്പോൾ അദ്ദേഹത്തിന്റെ പുത്രനായ, അതായത് പാസ്റ്റർ K. എബ്രഹാമിന്റെ കൊച്ചുമകനായ റവറൻ ഡോക്ടർ വത്സൻ എബ്രഹാമാണ് സഭാ കൗൺസിലിന് നേതൃത്വം നൽകിക്കൊണ്ട് സഭാഭരണം നടത്തുന്നത്. അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന വളരെ കുറച്ച് ആളുകളും അദ്ദേഹത്തിന്റെ ചില പിണിയാളുകളും ചേർന്ന് നടത്തുന്ന തന്ത്രങ്ങളാണ് ഇപ്പോൾ സഭയെ വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് എത്തിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയ്ക്ക് ലോകമാകമാനമായി ലോക്കൽ സഭകളുണ്ട്. എന്നാൽ സഭയുടെ ശക്തി കേന്ദ്രം സഭ ആരംഭിച്ച കേരള സ്റ്റേറ്റ് തന്നെയാണ്. ഇവിടെ നേരത്തെ ഓർപ്പിച്ചതുപോലെ 3,500ഓളം ലോക്കൽ സഭകളുണ്ട്. ഈ സഭകൾ എല്ലാം കേരള സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒറ്റ സംവിധാനത്തിന്റെ കീഴിലാണ് നിൽക്കുന്നത്. പാസ്റ്റർ KC തോമസിന്റെ നേതൃത്വത്തിലുള്ള സ്റ്റേറ്റ് കൗൺസിലാണ് കേരള സ്റ്റേറ്റിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ പാസ്റ്റർ വത്സൻ എബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള ജനറൽ കൗൺസിലിനോടോ അല്ലെങ്കിൽ ആ സംവിധാനത്തോടോ ആ ഭരണത്തിന്റെ തീരുമാനങ്ങളോടോ കഴിഞ്ഞ ചില നാളുകളായി യോജിക്കുവാൻ സാധിക്കാത്ത സാഹചര്യങ്ങൾ കേരള സ്റ്റേറ്റിനുള്ളത് കൊണ്ട് നിരവധിയായ വിയോജിപ്പുകൾ അവർ തുറന്ന് പ്രകടിപ്പിക്കുകയും ജനറൽ കൗൺസിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും നടപ്പിലാക്കാതെ മുന്നോട്ട് പോവുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ തനിക്കെതിരെ ഉരുത്തിരിയുന്ന കേരള സഭയുടെ കേരള സ്റ്റേറ്റിന്റെ നീക്കത്തെ തടയിടുവാൻ വേണ്ടിയും കേരള സ്റ്റേറ്റിന്റെ ബലം കുറയ്ക്കുവാനും ശക്തി കുറയ്ക്കുവാനും വേണ്ടി കേരളത്തെ പല കഷ്ണങ്ങളാക്കി മാറ്റുവാനുള്ള പരിശ്രമമാണ് വത്സൻ എബ്രഹാം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാസ്റ്റർ വത്സൻ എബ്രഹാമും അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ഒരു ചെറിയ സംഘവും ചേർന്ന് കേരള സ്റ്റേറ്റിനെ വിഭജിക്കുവാനുള്ള ഈ തീരുമാനമെടുത്തു
തീരുമാനമെടുത്തിരിക്കുന്നതിന്റെ പുറകിലുള്ള പ്രധാനപ്പെട്ട കാരണം കേരള സ്റ്റേറ്റിലെ ബഹുഭൂരിപക്ഷം സഭകളും സെന്ററുകളും സെന്റർ പാസ്റ്റേഴ്സും സഭാ ശുശ്രൂഷകന്മാരും കഴിഞ്ഞ കുറെ കാലങ്ങളായി വത്സൻ എബ്രഹാമിന്റെ നിലപാടുകൾക്ക് വിരുദ്ധമായിട്ടാണ് നിലകൊള്ളുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകുന്ന കേരള സ്റ്റേറ്റിനെ അതിന്റെ ശക്തിയെ കുറയ്ക്കുക, അതിനെ വെട്ടിമുറിച്ച് പല കഷ്ണങ്ങളാക്കുക എന്ന ഒരു തന്ത്രമാണ് ഇപ്പോൾ അവർ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത്. അതായത് പണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യയെ വിഭജിച്ച് ഭരിക്കുക എന്നുള്ള തീരുമാനം ഒരു തന്ത്രമായി നടപ്പിലാക്കിയതുപോലെ പാശ്ചാത്യ വിദ്യാഭ്യാസം ലഭിച്ച വിദേശത്ത് താമസിച്ചു കൊണ്ടിരിക്കുന്ന പാസ്റ്റർ വത്സൻ എബ്രഹാം അതേ തന്ത്രം കേരള സ്റ്റേറ്റിനെ തകർക്കുവാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിൽ ഉടലെടുത്തിരിക്കുന്ന പ്രശ്നങ്ങൾ പ്രധാനമായിട്ടും ആരംഭിക്കുന്നത് സഭയുടെ ഭരണഘടനാ പരിഷ്കാരത്തോടനുബന്ധിച്ചാണ്. ഭരണഘടനാ പരിഷ്കാരം നടത്തുവാനുള്ള ശ്രമങ്ങൾ ദീർഘവർഷങ്ങളായിട്ട് IPCയിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ പാസ്റ്റർ വത്സൻ എബ്രഹാമിന്റെ മുൻ ഭരണകാലഘട്ടത്തിൽ അദ്ദേഹം തനിക്ക് താല്പര്യമുള്ള രീതിയിൽ രൂപപ്പെടുത്തിയ ഒരു ഭരണഘടനാ പരിഷ്കാരങ്ങളാണ് പാസാക്കിയെടുത്തത്. അങ്ങനെ പാസാക്കിയെടുത്ത ഭരണഘടനാ പരിഷ്കാരങ്ങളെ അടിസ്ഥാനമാക്കിയാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത്. IPCയുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കുമ്പനാട്ട് നടന്ന പ്രതിസന്ധികളെ കുറിച്ചും പ്രശ്നങ്ങളെ കുറിച്ചും ആ കാലഘട്ടത്തിൽ തന്നെ സോഷ്യൽ മീഡിയ വ്യാപകമായി ചർച്ച ചെയ്തതാണ്. പാസ്റ്റർ വത്സൻ എബ്രഹാമിനെയും അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ആളുകളുടെയും ഒരു സംഘം എക്സിക്യൂട്ടീവിലേക്ക് തിരഞ്ഞെടുക്കപ്പെടേണ്ടതിന് വേണ്ടി തനിക്കും തന്റെ സംഘത്തിലുള്ളവർക്കും എതിരെ നോമിനേഷൻ കൊടുത്ത എല്ലാവരുടെയും നോമിനേഷൻ പേപ്പറുകൾ തന്റെ പിണിയാളുകളായി താൻ നിയമിച്ച ഇലക്ഷൻ കമ്മീഷനെ കൊണ്ട് വിവിധ കാരണങ്ങൾ പറഞ്ഞ് തള്ളിക്കളഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഭരണം വീണ്ടും പിടിച്ചടക്കിയത്. അത് സംബന്ധമായി നിരവധി കേസുകൾ ഇപ്പോൾ തന്നെ സഭയിലുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അപ്പോൾ അങ്ങനെ കുറെ ആളുകളെ പുറത്താക്കിക്കൊണ്ട് ഭരണം പിടിച്ചടക്കുകയും പിന്നീട് കൗൺസിലേക്ക് പല സ്റ്റേറ്റുകളിൽ നിന്നും റീജിയനുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ആ സ്റ്റേറ്റുകൾ അയച്ചിരിക്കുന്ന പ്രതിനിധികളിൽ പലരെയും പുറത്താക്കിക്കൊണ്ടുമാണ് വത്സൻ എബ്രഹാം ഭരണം ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നിട്ടും സഭയുടെ ഭരണം അദ്ദേഹം ഉദ്ദേശിക്കുന്ന രീതിയിൽ നടത്തുവാൻ സാധിക്കാത്ത വിധത്തിൽ അദ്ദേഹത്തെ എതിർത്ത് നിൽക്കുന്നത് കേരള സ്റ്റേറ്റ് ആണെന്ന് തിരിച്ചറിയുകയും കേരള സ്റ്റേറ്റിനെ പലതായി വിഭജിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ശക്തി ക്ഷയിക്കും, തനിക്ക് തന്റെ ഇഷ്ടപ്രകാരം സഭയെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുമെന്ന് അദ്ദേഹവും അദ്ദേഹത്തോട് കൂടെയുള്ളവരും കരുതുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഇപ്രകാരം ഒരു തീരുമാനവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ നിയമപ്രകാരമോ ചട്ടപ്രകാരമോ ഭരണഘടന അനുശാസിക്കുന്ന നിയമങ്ങൾക്കനുസരിച്ചോ അല്ല അദ്ദേഹം തന്റെ ഒരു തീരുമാനങ്ങളും എടുക്കുന്നതും നടപ്പിലാക്കുന്നതും. ഇപ്പോൾ തന്നെ കേരള സ്റ്റേറ്റിനെ വിഭജിക്കുവാനുള്ള തീരുമാനമെടുക്കുന്നത് സഭയുടെ പ്രസ്ബിറ്ററി മീറ്റിംഗിലാണ്. ആ പ്രസ്ബിറ്ററി മീറ്റിംഗ് എന്ന് പറയുന്നത് വളരെ കുറച്ച് ആളുകൾ പാസ്റ്റേഴ്സ് മാത്രമുള്ള, അതായത് ഓരോ സ്റ്റേറ്റിലെയും അതിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന പാസ്റ്റേഴ്സും ജനറൽ കൗൺസിലിലെ പാസ്റ്റേഴ്സും മാത്രം അടങ്ങുന്നതാണ്. അതിൽ 500 സഭകളിൽ അധികമുള്ള സ്റ്റേറ്റുകളുടെയോ റീജിയനുകളുടെയോ പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും വൈസ് പ്രസിഡന്റുമാരും അതിൽ അംഗമായിരിക്കുമെന്നാണ് ഭരണഘടന പറയുന്നത്. എന്നാൽ ആ ഭരണഘടനയുടെ അടിസ്ഥാനപരമായ തീരുമാനങ്ങളെ ലംഘിച്ചുകൊണ്ട് ഒരു പ്രസ്ബിറ്ററി മീറ്റിംഗ് അദ്ദേഹം വിളിച്ചു കൂട്ടുന്നു. അത് തന്നെ തൊട്ട് തലേ ദിവസമാണ് ഇത് സംബന്ധിച്ചുള്ള ഒരു കത്ത് പ്രസ്ബിറ്ററി അംഗങ്ങൾക്ക് അയക്കുന്നത് തന്നെ. അതും ചട്ടവിരുദ്ധമാണ്. അങ്ങനെ കൂടിയ ഒരു മീറ്റിംഗിൽ വെച്ചാണ് കേരള സ്റ്റേറ്റിനെ വിഭജിക്കുവാനായിട്ടുള്ള തീരുമാനമെടുക്കുന്നത്. സത്യത്തിൽ പ്രസ്ബിറ്ററിക്ക് പാസ്റ്റേഴ്സിന്റെ അച്ചടക്ക നടപടികൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാത്രം തീരുമാനമെടുക്കുവാനുള്ള ഭരണഘടനാപരമായ അവകാശമേ ഉള്ളൂ, അധികാരമേ ഉള്ളൂ. എന്നാൽ അതെല്ലാം ലംഘിച്ചുകൊണ്ട് ഒരു സ്റ്റേറ്റിനെ വിഭജിക്കുവാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത് അങ്ങനെ ഒരു പ്രസ്ബിറ്ററി മീറ്റിംഗിലാണ് എന്നുള്ളതും വൈരുദ്ധ്യമാണ്. മാത്രവുമല്ല, കേരള സ്റ്റേറ്റിനെ വിഭജിക്കുന്നതിന് മുൻപേ കേരള സ്റ്റേറ്റിനോട് ചോദിക്കുകയോ അതിന് അംഗീകാരം വാങ്ങുകയോ അല്ലെങ്കിൽ അവരുമായി കൂടിയാലോചന നടത്തുകയോ ഒന്നും ചെയ്യാതെയാണ് ഇങ്ങനെ ഒരു തീരുമാനം ഏകപക്ഷീയമായി എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. അതോടനുബന്ധിച്ചാണ് കേരള സ്റ്റേറ്റ് അടിയന്തരമായ മീറ്റിംഗ് കൂടുകയും ഏകകണ്ഠമായി തന്നെ ഇതിനെ എതിരായി നിലപാടെടുക്കുകയും കേരള സ്റ്റേറ്റിലെ എല്ലാ എക്സിക്യൂട്ടീവും ഒന്നിച്ച് ഈ കാര്യങ്ങളിൽ തീരുമാനമെടുത്ത പരസ്യ പ്രസ്താവനയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. അവർ വ്യക്തമാക്കുന്ന മറ്റൊരു കാര്യമുണ്ട്.
ഇങ്ങനെ വിഭജിക്കുന്നു എന്ന് പറയുന്ന മലബാറിലെ 500ഓളം സഭകൾ, അതായത് പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലെ 500ഓളം സഭകളിൽ ഏത് ലോക്കൽ സഭയ്ക്കും ഏത് സെന്ററിനും കേരള സ്റ്റേറ്റിൽ തന്നെ നിലനിൽക്കുവാൻ അവകാശമുണ്ടായിരിക്കും. അവർക്ക് ഇത് വിട്ടുപോകേണ്ട ഒരു കാര്യവുമില്ല. അവർക്ക് സ്വാതന്ത്ര്യത്തോടെ ഈ സ്റ്റേറ്റിൽ തന്നെ നിലനിൽക്കുവാൻ സാധിക്കും എന്ന പ്രസ്താവനയും കേരള സ്റ്റേറ്റ് പുറപ്പെടുവിക്കുവാൻ പോവുകയാണെന്ന് അറിയുന്നു. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് ബോധ്യമാകുന്ന കാര്യം, ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയെ തന്റെ ഇംഗിതങ്ങൾക്കനുസരിച്ച് മാറ്റിയെടുക്കുവാൻ നടത്തുന്ന പാസ്റ്റർ വത്സൻ എബ്രഹാമിന്റെ ശ്രമങ്ങൾ ഈ സഭയിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നു. ഇത് വലിയ കുഴച്ചിലേക്ക് സഭയെ എത്തിക്കുമെന്നുള്ളതിന് സംശയമില്ല. സഭാജനങ്ങൾ എല്ലാ കാലത്തും എല്ലാം സഹിച്ചുകൊണ്ട് ഇവർ പറയുന്നതെല്ലാം അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്ന് കരുതുവാൻ സാധിക്കുകയില്ല. പ്രതിസന്ധികൾ രൂക്ഷമാകുമ്പോൾ, ഒരു തരത്തിലും മുന്നോട്ട് പോകുവാൻ സാധിക്കാതെ വരുമ്പോൾ ഈ സഭയ്ക്കകത്ത് ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും. ഇപ്പോൾ തന്നെ കേരളത്തിലെ പല പാരമ്പര്യ ക്രൈസ്തവ സഭകളിലും നിസാരമായ കാര്യങ്ങളുടെ പേരിൽ തെരുവിൽ വഴക്കടിക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണുകയും അത് പൊതുസമൂഹത്തിന്റെ മുൻപിൽ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് മുഴുവൻ അപമാനമായി മാറുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. IPCയുടെ കാര്യങ്ങളിലും ഇങ്ങനെയൊക്കെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ഭാഗം അവസാനിപ്പിക്കുന്നു. IPCയുമായി ബന്ധപ്പെട്ട മറ്റു ചില കാര്യങ്ങൾ കൂടെ പറയേണ്ടതുണ്ട്. സത്യത്തിൽ ഈ ഭരണഘടന പോലും നിയമവിരുദ്ധമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം.